ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് അടങ്ങി ഒതുങ്ങിയൊന്ന് വീട്ടിലിരുന്നത് പോലും ഇല്ല. മൊത്തത്തിൽ കറക്കമായിരുന്നു. കറക്കം മീൻസ് ട്രിപ്പ് ഒന്നും അല്ല കേട്ടോ, നമുക്ക് നമ്മുടേതായ കുറെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പോകുന്നത് ലക്ഷ്മി ഹോസ്പിറ്റലിലേക്കാണ്, എറണാകുളം. ഈ സാധനത്തിന് ഇത് എന്തറിഞ്ഞിട്ടാണെന്ന് അറിയാൻ പാടില്ല കേട്ടോ. പാടാവ് വേണമെന്നും പറഞ്ഞിട്ട് ഈ ഡ്രസ്സ് മാത്രം ഇടിപ്പിക്കുന്നുള്ളായിരുന്നു. അവിടെ ആശുപത്രിയിൽ പോകുന്ന കോലമാണ്, നിങ്ങളൊന്ന് നോക്കിക്കേ. മാമാട്ടിനെ എന്നെയും കാണിക്കണമായിരുന്നു. നമ്മൾ ചെന്ന സമയത്തിൻ്റെതാണെന്ന് തോന്നുന്നു. ആ ഡോക്ടർ അന്ന് വരെ ലീവാണ്, നാളെ മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് വിളിച്ച് ചോദിച്ചിട്ട് വന്നില്ല എന്ന്. ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു, വേറെ ഏതോ ലക്ഷ്മി ഹോസ്പിറ്റലിൽ. എന്റെ ഒരു ആ മണ്ടത്തരം കാരണം നമ്മൾ 2 ദിവസം ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയിൽ പോയി പ്രസവിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. കാരണം വേദന വന്നിട്ട് പോകാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുന്ന് നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. കഴിഞ്ഞത് തന്നെ ഒരുപാട് ആലോചിച്ചിട്ടാണ് നമ്മൾ ലക്ഷ്മി തിരഞ്ഞെടുത്തത്. ഉച്ചയായതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നേ. കുഞ്ഞാണെങ്കിൽ ഏതു നേരം തമ്പായി എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ വരുന്ന വഴി അർത്തിങ്ക പള്ളിയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നേ. ക്രിസ്ത്യൻ ചാപ്പലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോയിരിക്കാനായിട്ട്. ഞാൻ പണ്ട് പഠിച്ചത് സെന്റ് ജോസഫിലായിരുന്നു. അവിടുത്തെ ചാപ്പൽ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക്. ഈ പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്ക് ഈ പെണ്ണ് ബഹളമായതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം ഇരുന്നിട്ട് ഇറങ്ങി പോകുന്നു. പക്ഷെ എനിക്ക് ഇറങ്ങാനേ തോന്നുന്നില്ലായിരുന്നു. നല്ലൊരു പോസിറ്റീവ് വൈബാണ്.